Srimati Indira Devi, and also I would like to invite Srimati Sonia Nair, MD of IDS Abacus, and all teachers onto the stage for this prize distribution ceremony. Good morning, everybody. IDS Abacusന്റെ academic year ആയി നടന്നു വരുന്ന അബാക്കസ് ക്ലാസ് നമ്മുടെ ബ്രൈറ്റ് സ്കൂളിലും ഇപ്പോൾ നന്നായിട്ട് നടന്നു വരികയാണ് അല്ലേ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് അബാക്കസ് പഠിച്ചിട്ട് എന്താണ് അവർക്ക് അതിനുണ്ടായ ബെനിഫിറ്റ്, എന്താണ് അബാക്കസ്? ഇപ്പോഴും പല പേരൻസിനും ഡൗട്ടുണ്ട്, എന്തിനാണ് അബാക്കസ് പഠിക്കുന്നത്, അബാക്കസ് പഠിച്ചത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറെ കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അബാക്കസ് ടൂളിലൂടെ പ്രാക്ടീസ് ചെയ്യുകയും അത് മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. IDS അബാക്കസ് 10 വർഷമായി ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകൾ 75 സ്കൂളുകളിൽ അബാക്കസിന്റെ ക്ലാസ്സുകൾ ചെയ്യുകയാണ്. അതിൽ CBSE, ICSE സ്റ്റേറ്റ് സിലബസുകളാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്കൂൾ സിലബസിനോടൊപ്പം കണക്ട് ചെയ്തു പോകുന്ന ഒരു സിലബസ് ആണ് കുട്ടികൾക്ക് KG മുതൽ 9th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇവിടെ LKG സെക്ഷനിൽ വരുന്ന അവർക്ക് ബേസ് ചെയ്ത് വരുന്ന മാത്സിന്റെ ബേസ് തൊട്ടാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. മാത്സ് പൊതുവിൽ നമുക്ക് ടഫായിട്ടാണ് പലർക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ LKG കുഞ്ഞുങ്ങളും UKG കുട്ടികളും ഒക്കെ അവരെങ്ങനെയാണ് മാത്സ് നമ്പേഴ്സൊക്കെ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ, അവർക്ക് എങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ പല പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് പഠിച്ചു എന്നുള്ളതിന്റെ ഒരു ലൈവ് ഡെമോയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ട് മാത്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് വന്നതെന്ന്. അപ്പൊ മാത്സ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം എല്ലാവരിലും കണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾ അതിനെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അബാക്കസ് പഠിക്കുന്നത് മാത്സ് സിമ്പിൾ ആകുവാൻ വേണ്ടി മാത്രമല്ല, കുട്ടികളുടെ കോൺസെൻട്രേഷൻ ബെറ്റർ ആകുക, സ്പീഡ്, ടൈം മാനേജ്മെന്റ്, ടീച്ചിങ് സ്കില്ല്, പെർഫോമൻസ് സ്കില്ല്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ് ഞങ്ങൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് LKG സെക്ഷന്റെ ഒരു ലൈവ് ഡെമോ കാണാം. അവർ മൈൻഡിൽ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്, ഫിംഗർ ഒന്നും ആഡ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അവരുടെ മൈൻഡിൽ അവർ കാൽക്കുലേഷൻ ചെയ്യും. നിങ്ങൾക്കും അവരോടൊപ്പം മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ്. Add 1, add 3, minus 4, add 2, again add 2, minus 1, minus 2, add 3, minus 4, add 1, again add 1, add 2, minus 3, minus 1, add 3, add 1, minus 4, add 2, add 1, minus 3, add 4, minus 2, again minus 2, add 1, add 3, minus 4, add 2, again add 2, minus 3, minus 1, add 4, minus 1, minus 3, add 1, add 3, minus 4, add 1, again add 1, add 2. Answer? 4 ആണ് correct answer. എത്ര നമ്പർ ആണ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നടത്തുന്നു പറയാമോ? ഓക്കെ, UKG സെക്ഷൻ ആണ്. Are you ready? Yes. Clear abacus. Add 9, minus 4, minus 5, add 4, add 5, minus 2, again minus 2. Answer? 5. Correct answer? Yes. Add 2, again add 2, minus 3,
minus 1, add 4, add 5, minus 6, add 1, minus 4, add 9, minus 4, add 2, minus 7, add 5, add 2, add 1, minus 8, add 2, add 1, add 5, minus 3, minus 5, add 9, minus 6, minus 3, add 2, again add 1, add 1, again add 1, minus 4, add 5, add 4, minus 4, add 2, minus 7, add 5, add 4, minus 9, add 6, minus 1, add 4, minus 9, add 3, add 1, minus 4, add 5, add 2. Answer? 7 ആണ് correct answer. Big clap. Clear, Abacus? Add 3, add 1, minus 4, add 5, add 2, again add 2, minus 9, add 6, minus 1, minus 5, add 8, minus 3, add 2, again add 2, minus 9, add 5, add 2, again add 2, minus 6, minus 3, add 2, again add 2, add 5, minus 9, add 4, add 5, minus 9, add 3, add 1. Answer? 4 ആണ് correct answer. സ്രോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. Add 60, add 30, minus 90, add 20, again add 20, minus 40, add 50, add 20, minus 70, add 20, again add 20, add 50, minus 90, add 30, add 10, minus 20, again minus 20, add 40, add 50, minus 90, add 60, add 30, minus 40, minus 50, add 30, add 10, add 50, minus 90, add 30, add 50. Answer? 80. Correct answer. Okay, thank you. Fourth സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് മിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചില ആൾക്കാർ പറയുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തേർഡിലെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് 2 സെക്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ക്ലിയർ അബാക്കസ്. കുറച്ച് ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കൂ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ കുട്ടികളെ അബാക്കസിൽ മൈൻഡിൽ ചെയ്യും. ഓക്കെ, ആഡ് 20, ആഡ് 10, again add 10, minus 40, add 50, add 40, minus 60, minus 20, add 50, minus 60, add 90, minus 30, add 10, minus 70, add 10, add 20, minus 30, add 40, minus 20, add 10, add 50, minus 80, add 90, minus 10, again minus 10, minus 70, add 50, add 20, again add 20, minus 40, add 30, minus 50,
minus 30, add 90, minus 50, minus 20, add 50, minus 70, add 10, add 20, minus 30, add 40, minus 20, add 50, minus 70, add 90, minus 60, add 10, minus 40, add 20, add 50, minus 70, add 80, add 10, minus 90, add 60, minus 50, add 30, minus 20, again minus 20, add 70, minus 60, add 30, minus 20, add 50, minus 70, add 80, minus 60, minus 10, again minus 10, add 90, minus 20, again minus 20, add 40, minus 90, add 20, add 10, add 50, minus 30, add 40. Answer? 90. Correct answer. Clear abacus. Add 80, add 15, minus 35, add 34, minus 84, add 35, add 53, minus 93, add 40, minus 45, add 22, add 55, add 21, minus 45, minus 52, add 33, add 15, add 50, minus 19, minus 80, add 65, add 22, minus 30, add 40, minus 22, add 24, minus 99, add 49, add 50. Answer? 99. Correct answer. Clear abacus? Add 25, add 21, minus 46, add 55, add 44, minus 25, minus 20, add 35, minus 89, add 99, minus 39, add 16, minus 76, add 99, minus 22, minus 55, add 11, again add 11, minus 44, add 55, add 33, minus 66, add 55, minus 77, add 55, add 14, minus 22, add 52, minus 79, add 44, minus 32, add 55, minus 12, add 44, minus 99, add 66, add 23, minus 89, add 50, add 49, minus 25, minus 24, add 40, minus 70, add 29, add 50, minus 99, add 55, add 44, minus 66, add 55. Answer? 88. Correct answer ആണ്. വീണ്ടും നമുക്ക് കാണാം. ഇനി നമ്മൾ 1000 റോഡും ഒക്കെ ആയിട്ട് വരും. വീണ്ടും ഇതിനേക്കാൾ ഊർജത്തോടുകൂടി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിലേക്ക് വരുന്ന ദിവസങ്ങളിൽ. അപ്പൊ ഇനി സമ്മാനദാനമാണ്. ഇവിടെ ഡിസ്ട്രിക്ട് ലെവൽ എക്സാം, ചാമ്പ്യൻഷിപ്പ് എക്സാം നടന്നു കഴിഞ്ഞു. 75 സ്കൂളുകൾ ഉൾപ്പെട്ടിരുന്നു. സ്കൂളുകളിൽ നിന്ന് ഫുൾ മാർക്ക് കരസ്ഥമാക്കിയ ഒട്ടനവധി കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന്. അവർക്കുള്ള ട്രോഫിയൊക്കെയാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. അത്രയും കുട്ടികൾക്കും സ്റ്റേറ്റ് ലെവൽ എക്സാമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളിപ്പോ പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാരന്റ്സ് നിങ്ങൾ നല്ലൊരിടം തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. കാരണം ഇവിടുത്തെ കുട്ടികൾ നല്ല സ്മാർട്ടാണ്, ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടുള്ള നല്ലൊരു സ്കൂളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ 75-ൽ പരം സ്കൂളുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്.
വളരെ കുറച്ച് കുട്ടികളാണ് നമുക്ക് ഇവിടെ അബാക്കസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതില് നിങ്ങൾ കാണുന്നുണ്ട്, ഈ കാണുന്ന ഒരു ലിസ്റ്റില് നിരവധി കുട്ടികൾ സ്റ്റേറ്റ് ലെവൽ എക്സാമിനോട് സെലക്ഷൻ കിട്ടി. ചില സ്കൂളുകളിൽ 1000-1500 കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയതെങ്കിൽ ഇവിടുന്ന് വളരെ ചെറിയൊരു നമ്പർ സ്റ്റുഡൻസ് പങ്കെടുത്തതിൽ ഭൂരിഭാഗവും ഫുൾ മാർക്കും സ്കോർ ചെയ്തുകൊണ്ട് സെലക്ഷൻ നേടിയിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. സ്കൂളിനും പാരന്റ്സിനും എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. ഓക്കെ, താങ്ക് യു മാഡം. ഇപ്പോ നമ്മുടെ അബാക്കസ് ക്ലാസിന്റെ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ സ്കൂളിലെ അബാക്കസ് ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ പരിചയത്തിലുള്ള ഒരു ടീച്ചറെ ചോദിച്ചു അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് ഈ ടീച്ചറും വന്ന് ചോദിച്ചായിരുന്നു, പക്ഷെ ഇവർക്ക് കൊടുത്തില്ല, ഞാൻ അവർക്കാണ് കൊടുത്തത്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കൊടുത്തതാണ്. അപ്പൊ ആ ക്ലാസ് എങ്ങനെ ആയിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന പല പേരൻസിനും അറിയാം. ഞാൻ അവരെ കുറ്റം പറയോ അല്ലെങ്കിൽ ഇവരെ കൂട്ടിപ്പറയോ അല്ല. എന്ത് തന്നെ ആയാലും നമ്മുടെ സ്കൂളിൽ ഒരു ടീച്ചർ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വന്നാൽ അത് കുട്ടികൾക്ക് അതിന്റെ മാക്സിമം റിസൾട്ട് കിട്ടണം അല്ലെ? അങ്ങനെയുള്ളവരെ വെച്ച് പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എനിക്ക് ഈ വർഷത്തെ അബാക്കസ് ക്ലാസ്സിനോട് കുറിച്ച് പറയാനുള്ളത് ഏറ്റവും നല്ല അഭിപ്രായമാണ്. ഞാൻ ഈ അബാക്കസ് ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞ അഭിമാനം കൊള്ളുവാണ്. ടീച്ചേഴ്സ് തന്നെ അവരുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെയിലി അവരുടെ ക്ലാസ് എടുക്കുന്ന അതായത് ഇവിടുത്തെ ചാർജ് വരുന്നത് നമ്മളെ സൗമ്യ ടീച്ചറിനാണ്. എൻ്റെ ഹെഡ് എന്ന് പറയുന്ന സോണിയ ടീച്ചറാണ്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലെങ്കിൽ തന്നെയും ടീച്ചേഴ്സ് അവര് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെയിലി നിങ്ങൾ പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, കുട്ടികൾക്ക് ഹോംവർക്ക് ഇടുന്നു, ചെയ്യേണ്ട വിധം ക്ലാസ് എടുത്തിടുന്നു. അതേപോലെ എന്ത് കംപ്ലൈന്റ് എന്തെങ്കിലും പോരായ്മ ഉണ്ടായി തന്നെ അവരപ്പം തന്നെ ക്ലിയർ ചെയ്യുന്നു. ക്ലാസ് മിസ്സാവുന്ന കുട്ടികൾക്ക് ടീച്ചേഴ്സ് സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഈ വർഷത്തെ അബാക്കസ് ക്ലാസ് ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ ടീച്ചേഴ്സ് ആയിരുന്നാലും എല്ലാ ടീച്ചേഴ്സും നമ്മുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കടമ, അവരുടെ കർത്തവ്യം, അവരുടെ ടീച്ചിങ് ആ പ്രൊഫഷൻ അത് ഇവിടുന്ന് പോകുന്നത് രാവിലെ 9:30 തുടങ്ങിയ 3 PM വരെയും അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അല്പം പോലും അവരതിൽ ഫിസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ആ ടൈം മിസ്യൂസ് ചെയ്യുന്നില്ല. അവരെ സ്വകാര്യം പറയാനോ അതിനൊന്നിനും ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ വർക്ക് തീർന്നില്ലെങ്കിൽ എക്സ്ട്രാ ടൈം കണ്ടെത്തി അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും നിങ്ങളുടെ പേരൻസും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഇതുവരെയും ഈ വർഷത്തെ അബാക്കസ് ക്ലാസ്സിനെ കുറിച്ച് വലിയ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ 1-2 ചെറിയ കുട്ടികൾ ചില ക്ലാസ്സിലെത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ സബ്ജക്ട് ആയിരുന്നാലും ഏത് മാത്സ് ആയിരുന്നാലും എന്തായിരുന്നാലും ശരി, ഓരോ ലെസൺ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത പോർഷൻസ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ അത് കണ്ടു എന്റെ കുട്ടിക്കൊന്നും അറിയൂടെ, എന്റെ കുട്ടിയുടെ പഠിത്തം പോയി എന്ന് നമ്മള് പേരൻസ് ഒരിക്കലും കുട്ടികളും ചിന്തിക്കരുത്. അവര് ആ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്ന ആ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനുള്ള ആ കഴിവിന്റെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടാണ്, മെന്റൽ എബിലിറ്റിയിലുള്ള ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല ലെവലിലെത്തും. എന്തുകൊണ്ടും ഈ വർഷത്തെ അബാക്കസ് ക്ലാസ് നല്ല നിലയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. ശരിക്കും നല്ലൊരു കോപ്പറേഷൻ ഈ അബാക്കസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞാനൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇതുവരെ ഞാൻ അബാക്കസ് ക്ലാസ്സിനെ കുറിച്ച് ടീച്ചേഴ്സിനോട്, ഇവിടെ വരുന്ന സ്റ്റാഫിനോടോ നമ്മുടെ സോണി ടീച്ചറിനോടോ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഒരു കംപ്ലൈന്റും എനിക്കില്ല. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ക്ലാസ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ഈ അബാക്കസ് ടീമിന് ഒരു വലിയൊരു ക്ലാപ്പ് എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. IDS അബാക്കസ് ഡിസ്ട്രിക്ട് ലെവൽ ചാമ്പ്യൻഷിപ്പ് എക്സാമിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. ഫസ്റ്റ് LKG സെക്ഷൻ ആണ്. അപ്പൊ അതിനു മുന്നായി നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സ്കൂൾ HM ഇന്ദിരാദേവി മാമിനെയും IDS അബാക്കസ് മാനേജിംഗ് ഡയറക്ടർ സോണിയ മാമിനെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.